മറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ. പിന്നെ നിങ്ങൾക്ക് ഒരു ഉപമയായി പടച്ചവൻ പറഞ്ഞു തരുന്നത് നേരത്തെ പറഞ്ഞ മറിയമിനെയാണ്. ആ മറിയം ആരായിരുന്നു? കൊച്ചു പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ വിശ്വസിച്ചിട്ട് ഒരു മതപണ്ഡിതന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും അദ്ദേഹം പള്ളിയോടനുബന്ധമായ നിലയിൽ ആ പെൺകുട്ടിയെ വളർത്തുകയും അവൾക്ക് തൗഹീദ് പഠിപ്പിച്ചു, പടച്ചവനെ കുറിച്ച് പഠിപ്പിച്ചു, പരലോകത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഈ ഭൗതികമായ വിഭവങ്ങളെയോ അതിന്റെ ഗുണദോഷങ്ങളെയോ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി നേരത്തെ നമ്മൾ ഓതി വെച്ച ഖുർആനിന്റെ ആദ്യത്തെ വരിയിലുള്ളത് പോലെ നീ നിന്നെ പടച്ച റബ്ബിനെ കുറിച്ചിട്ട് പഠിക്കൂ എന്ന്, മനസ്സിലാക്കൂ എന്ന്, തിരിച്ചറിയൂ എന്ന് ആ കുഞ്ഞിന് ബോധനം നൽകിയപ്പോൾ ആ കുഞ്ഞ് ബോധ്യപ്പെട്ടു, അതിൽ വളർന്നു വന്നു. ഫലമ്മ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്. ഖുർആൻ പറയുന്നുണ്ട് ഫലമ്മ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്. ഒരു ദിവസം പള്ളിയുടെ ഇമാമായ പ്രവാചക ശ്രേഷ്ഠൻ സക്കരിയ മിഹ്റാബിന്റെ അരികിലൂടെ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ തൊട്ടടുത്തുള്ള ആ റൂമിൽ ഇരിക്കുന്ന പെണ്ണ് മറിയം അലൈഹിസ്സലാം, അന്നൊരു സാധാരണ പെണ്ണാണല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അൽഫിത്ര പോലെയുള്ള മദ്രസയിലെ സ്റ്റുഡന്റ് ആണ്, പള്ളി ദർസിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവള് മിഹ്റാബിന്റെ തൊട്ടടുത്തുണ്ട്. കയറി വന്നപ്പോൾ അവള് ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത മുന്തിയ തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു. ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. അവള് ചില വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതായി കണ്ടു. ഖാലത്, ഉടനെ ഞാൻ ആവേശത്തോടു കൂടി എവിടുന്നാ മോളെ നിനക്ക് ഇതൊക്കെ കിട്ടിയത്? ഒന്നുകിൽ ഞാൻ തരണം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ തരണം, നാട്ടുകാർ തരണം, വേറെ ആരാ തരിക? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഒരു നബി, ഒരു പ്രവാചകൻ, ഒരു ഉസ്താദ്, ഒരു മുഅല്ലിമ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യയോട് ചോദിച്ചപ്പോൾ അവള് വളരെ കൂളായി മറുപടി പറഞ്ഞു, ഇത് എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അവൻ എനിക്ക് തന്നതാ. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത് എനിക്ക് വിശന്നാൽ ആഹാരം തരേണ്ടത് അള്ളാഹുവാണ്, എനിക്ക് വിഷമങ്ങൾ വന്നാൽ മാറ്റി തരേണ്ടവൻ അള്ളാഹുവാണ്. മറിയം ബീബി അലൈഹിസ്സലാം എന്ന കൊച്ചു പെൺകുട്ടി ഇപ്രകാരം പരിശീലിച്ചതിന്റെ ഭാഗമായി അവൾക്ക് അള്ളാഹു ആകാശത്തു നിന്നും ആഹാരം ഇറക്കി കൊടുത്തു. അത് മറിയം ബീവിക്ക് മാത്രമുള്ളതൊന്നുമല്ല, ഈ ഇരിക്കുന്ന എല്ലാ ബീവിമാരുടെ മക്കൾക്കും എല്ലാ ബാവമാരുടെ മക്കൾക്കും പടച്ചോൻ തരും. അതിന് വലിയും കറാമത്തും പച്ചത്തട്ടൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ മക്കൾ നല്ലവരായാൽ, നമ്മുടെ മക്കൾ തൗഹീദുള്ളവരായാൽ, നമ്മുടെ മക്കൾ പടച്ചവനെ പേടിയുള്ളവരായാൽ, നമ്മൾ അള്ളാഹുലേക്ക് അടുത്താൽ നമ്മൾ കൈയുയർത്തി ചോദിച്ചാലും പടച്ചോൻ തരും. പ്രിയപ്പെട്ടവർ, യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയം. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമാണ്. എന്നെന്നും അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അവന്റെ കഴിവുകൾ എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നവനുമാണ്. അത് ആ നൂറ്റാണ്ടുകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ നൂറ്റാണ്ടുകാർക്ക് വേണ്ടിയിട്ടും പടച്ചവൻ അപ്രകാരമൊക്കെ ചെയ്യും.